ഒരു ബേസിക് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ലോഗോ ഡിസൈൻ. ഇതിൻ്റെ റേറ്റ് 2000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡിസൈനറുടെ സ്കില്ല് ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് ഈ റേറ്റ് വളരെയധികം കൂടാനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിമാണ്. google.com, facebook.com എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ ബ്രാൻഡിനും ഒരു ഡൊമൈൻ നെയിം നമ്മൾ ചൂസ് ചെയ്യണം. ഡൊമൈൻ നെയിം ഡിഫറെൻറ്റ് എക്സ്റ്റൻഷൻസിൽ അവൈലബിൾ ആണ്. .com, .in, .net അങ്ങനെ പല എക്സ്റ്റൻഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് റേറ്റും ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. .com ഡൊമൈനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 800 റുപ്പീസാണ് ഫസ്റ്റ് ഇയർ വരുന്നത്. സെക്കൻഡ് ഇയർ തൊട്ട് 1200 മുതൽ 1500 രൂപ വരെ റിന്യൂവൽ ചാർജ് വരും. അത് ഓരോ ഇയറും നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട്. മൂന്നാമതാണ് മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസ് വരുന്നത് വെബ്സൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ചാർജ്. ഇത് സ്റ്റാർട്ടിങ് ഒരു 15,000 മുതൽ നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് കൂടി പോകും. പോരാത്തതിന് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കമ്പനിയുടെ ക്വാളിറ്റി, അവിടെയുള്ള വർക്കേഴ്സിൻ്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് ഈ റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് 2 മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഒന്നിന് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിൽ കസ്റ്റമൈസേഷൻ ചെയ്യാം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് ചെയ്യാം. ഇതുകൂടാതെ നിങ്ങൾക്ക് വരുന്ന ചാർജുകളാണ് ഹോസ്റ്റിംഗ് ചാർജ്, ഇമെയിൽ ചാർജ്. ഹോസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഫയൽസും ഡാറ്റാബേസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു സെർവറിലായിരിക്കും. ഷെയർഡ് ഹോസ്റ്റിംഗ് മുതൽ ക്ലൗഡ് ഹോസ്റ്റിംഗ് വരെ ഡിഫറെൻറ്റ് ഹോസ്റ്റിംഗ് പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു കോസ്റ്റ് ഇയർലി 5000 രൂപയെങ്കിലും നിങ്ങൾ കണക്കാക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ കോസ്റ്റാണ് ഇമെയിലിൻ്റെ കോസ്റ്റ്. പ്രൊഫഷണലി ഉള്ള ഒരു ഇമെയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ 1500 രൂപ ഇയർലി കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഒന്നുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ G Suite, ഔട്ട്ലുക്ക് പോലെയുള്ള കമ്പനികളിൽ നിന്ന് ഇമെയിൽ പർച്ചേസ് ചെയ്യും. അതിൻ്റെ റേറ്റ് വളരെയധികം കൂടാനും ചാൻസ് ഉണ്ട്. അവർക്ക് ഡിഫറെൻറ്റ് പാക്കേജസ് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് ഫീച്ചേഴ്സും കിട്ടുന്നതാണ്. ഇതിനൊക്കെ പുറമെ വെബ്സൈറ്റ് ലൈവ് ആയതിനു ശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് ഫിക്സ് ചെയ്യാനോ എന്തെങ്കിലും സംഭവങ്ങൾ ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അതിൽ കവറായി പോകും. നിങ്ങളും നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. This is Saifuddin from Mactel Technologies. Thank you.